സമയം 1:35. സ്കൂൾ വിട്ട് വന്ന് നാളത്തെ എക്സാം കെമിസ്ട്രി ആണെന്ന് അറിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്. ഇന്നത്തെ എക്സാം ഇംഗ്ലീഷേനു. വലിയ കുഴപ്പമില്ലാത്ത എക്സാമേനു. കുറച്ച് സിമ്പിളായിട്ടുള്ള പാരഗ്രാഫും കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിട്ടുള്ളേനു. വൺ വേർഡ് ആയാലും കുറേയൊക്കെ ഈസി ഉണ്ടായിരുന്നു. പക്ഷേ മോഡൽ എക്സാം സിമ്പിളായാൽ പബ്ലിക് എക്സാം ടഫ് ആവുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ ചെറുതായിട്ട് പേടിയുണ്ട് എക്സാം എങ്ങനെ ഉണ്ടാവാൻ. ഇന്ന ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമുണ്ടാക്കിയില്ല. പക്ഷേ ടൈം മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നിയൊരു എക്സാം ആയിപ്പോയി ഈ പ്രാവശ്യത്തെ മോഡൽ ഇംഗ്ലീഷ് എക്സാം. കാരണം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഫുള്ളാക്കാൻ ടൈം കിട്ടിയില്ലേനു. നാളത്തെ എക്സാം കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ കെമിക്കൽ കൈനറ്റിക്സും DNF ബ്ലോക്ക് എലമെൻറ്റ്സും ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പഠിച്ചു തീർത്ത്. കാരണം അതെനിക്കൊരു വട്ടം റിവൈസ് ചെയ്ത ചാപ്റ്റർ ചെയ്യുന്നു. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് അതൊരു സമാധാനമായി. ഞാൻ ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിയത്ത് വെച്ചിട്ടില്ല. സമയം 7, രാത്രി 7 ഞാൻ പായൊക്കെ വാട്ടിയത് കഴിച്ച് പഠിക്കാനിരുന്നു. ഞാൻ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് കെമിക്കൽ കൈനറ്റിക്സ്, DNF ബ്ലോക്ക് എലമെൻറ്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ്, ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. ഈ ചാപ്റ്റേഴ്സാണ് എൻ്റെ ഒരു ഗോൾ ഉണ്ടായിന്. ഇതൊക്കെ പഠിച്ച് ഇതൊന്ന് റിവൈസ് ചെയ്ത് പോകണമെന്ന്. കാരണം ഫസ്റ്റത്തെ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി അങ്ങനെ ചാപ്റ്റേഴ്സൊക്കെ ഒരുവിധം നമ്മൾ എല്ലാ ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനും പഠിച്ച ഇതേനും. അതുകൊണ്ട് ഞാൻ പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള ഒരു എക്സാം മാത്രമായിട്ടേനും മോഡൽ എക്സാം കണ്ടിന്. ഞങ്ങളെ സ്കൂളിൽ പേപ്പർ നോക്കി തരൂലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തരൂല എന്നാണ്. കാരണം തന്നെ ടൈമില്ല. കാരണം പെട്ടെന്ന് ഇപ്പോൾ 24-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് പിന്നെ 6-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കൈൻസ്, ഹാലോ അറീൻസ് ആണ് ചാപ്റ്റർ നോക്കുന്നത്. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത്. എൻ്റെ അടുത്ത് വലിയ ടിപ്പൊന്നുമില്ല. എനിക്കും കെമിസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഭാഗം ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. കാരണം ഓരോ ഡിപ്പെൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ചിലവർക്ക് ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് കേൾക്കാനും, പക്ഷേ ഇൻ്റെ കേസിൽ വെച്ച് നോക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് ഡൗട്ട്ഫുള്ളായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്റേഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലാസ് കേൾക്കൽ JS എക്സാം ഇന്നത്തെ JS ക്ലാസ്സാണ് കേൾക്കൽ. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നലുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിലത്തെ സാറിൻ്റെ ക്ലാസ് ആണെങ്കിലും അടിപൊളി ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം വരലില്ല. പക്ഷേ ഞാനിത് റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണോ അറിയില്ല. പക്ഷേ ഇത് ഞാൻ ഹാലോ ആൽക്കീൻസ്, ഹാലോ അറീൻസ് നന്നായിട്ട് പഠിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. ആ ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര സെറ്റാണ്. അപ്പം ഓർഗാനിക് കെമിസ്ട്രീൻ്റെ മെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ മെയിനായിട്ട് നോട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് എക്സാമിന് വരുമ്പോൾ ഇതാണല്ലോ, അല്ലെങ്കിൽ പിന്നെ കുറേ റെഡ്യൂസിങ് ഏജൻസ്, ഓക്സിഡൈസിങ് ഏജൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും കോഡ് വെച്ച് പഠിച്ച് വെക്കുക. അങ്ങനെ ഇപ്പോൾ JS ക്ലാസ്സിലാണ് JS കുറേ കോഡ്സ് പറയുന്നുണ്ട്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് വെക്കുക. ഭയങ്കര യൂസ്ഫുൾ ആവും. പിന്നെ ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രാത്രിയായി. ഞാൻ ജനാലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫാൻ ഇട്ട് പഠിക്കുന്ന ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഞാൻ ജനാല തുറന്നിരിക്കുന്നത്, വിൻഡോ തുറന്നിരുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിത്തെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഒന്നുമല്ല. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രി റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ സിംപ്ലിസിറ്റി കൂടും. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എപ്പോഴും എഴുതി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്കിത് പെട്ടെന്ന് വായിച്ച തലയിൽ കയറുന്നതൊന്നുമല്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ എക്സാമിന് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ടായിട്ട് വരുന്ന ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. സോ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഓർഗാനിക് കെമിസ്ട്രിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.